ഇനിയൊരക്ഷരം നീ മിണ്ടിയ ഇവിടെ കിട്ടുന്ന ഞാൻ കാശിന് ഉപകാരമില്ലാത്ത നിന്നെ പോലൊരുത്തി ഇവിടെ കിടന്ന് ചത്ത എന്റെ അടുത്ത് ചോദിക്കാനും പറയാനും ഒരുത്തനും വരത്തില്ല. എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് മാത്രമല്ല ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ശരി, ഞാൻ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം. പകരം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. അല്ലെങ്കിൽ ബീഹാറിലും മുംബൈയിലും പിച്ചെടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഒരാളായി നിന്റെ അച്ഛൻ മാറും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം അച്ഛാ. എനിക്ക് എന്റെ അച്ഛനെ മാത്രം കിട്ടിയാൽ മതി. അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നാണ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങളുടെ കമ്പനി 500 കോടി രൂപയുടെ ഒരു ഡീലിനായി അവരുടെ പുറകെയാണ്. കമ്പനിയുടെ CEO സിദ്ധാർത്ഥ് ഇതുവരെ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. സിദ്ധാർത്ഥിനോട് സംസാരിച്ച് ആ 500 കോടിയുടെ ഡീൽ നീ എനിക്ക് ശരിയാക്കി തരണം. ഞാനതൊക്കെ എങ്ങനെ ചെയ്യാനാ? ആ സിദ്ധാർത്ഥിനെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? ഈ ലോകത്ത് സിദ്ധാർത്ഥിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഡീൽ സൈൻ ചെയ്യിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. അച്ഛൻ പറയുന്ന പോലെയല്ല ഞാൻ കേൾക്കാം. പക്ഷെ ആദ്യം എന്റെ മകനെ ഒന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും. ആദ്യം ഞങ്ങൾ പറഞ്ഞ നീ ചെയ്യ, അതിനുശേഷം ബാക്കിയൊക്കെ ആലോചിക്കാം. നീലിമയുടെ കണ്ണീരിന് പുല്ലുവില നൽകിക്കൊണ്ട് വാസുദേവൻ വിവാഹ നിശ്ചയത്തിനെത്തിയ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നു. നീലിമയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഒരു